തൃശൂർ മാളയിൽ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പങ്കെടുക്കാത്ത വിദ്യാർത്ഥികൾക്കെതിരെ അധിക്ഷേപമെന്ന് പരാതി. സ്വാതന്ത്ര്യദിനത്തിൽ വീട്ടിലിരുന്നവർ പാകിസ്ഥാനിലേക്ക് പോകണമെന്ന് സ്കൂൾ ഉടമ. മാള ഇന്റർനാഷണൽ ആൻഡ് സൈനിക സ്കൂൾ ഉടമ ഡോക്ടർ രാജു ഡേവിസ് ആണ് വിവാദ സന്ദേശം വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പങ്കുവച്ചത്. അവധി ദിനം സ്കൂളിലെത്താത്തവർ വിശദീകരണം നൽകണമെന്നും സ്കൂൾ ഉടമയായ ഡോക്ടർ രാജു ഡേവിസ് പറഞ്ഞു. കുട്ടികളിൽ രാജ്യസ്നേഹവും സ്വാതന്ത്ര്യ സമരവും അതിനുശേഷമുള്ള കാര്യങ്ങളും ഒക്കെ വിദ്യാർത്ഥികൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇന്ന് സ്വാതന്ത്ര്യം ആവശ്യപ്പെടുന്നത്. പക്ഷേ പകുതിയിലേറെ പേരൻസ് അവരെ കുട്ടികളെ വിട്ടിട്ടില്ല. അവരെ നാളെ ക്ലാസ് കേട്ടില്ല. അവർ വന്ന് എക്സ്പ്ലനേഷൻ പറഞ്ഞ് എന്നെ നേരിട്ട് കണ്ട എക്സ്പ്ലനേഷൻ പറഞ്ഞ് ഞാൻ കേട്ടുള്ളൂ. ഇത് വളരെ മോശമായ ഏർപ്പാടാണ്. ഇതൊരിക്കലും സഹിക്കാൻ പറ്റില്ല. അവരൊക്കെ വേറെ വല്ല രാജ്യത്ത് വല്ല പാകിസ്ഥാനിൽ പോകേണ്ടതാണ്. അവരൊക്കെ ഇവിടെ ജീവിക്കാൻ അർഹതപ്പെട്ടവരല്ല. എല്ലാ സ്വാതന്ത്ര്യം അവർക്ക് വേണം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഇന്ത്യയെക്കുറിച്ച് അത് ബഹുമാനമില്ലാതെയാണ് കുട്ടികളെ വളർത്തുന്നത്. അവരുടെ കുട്ടികളൊക്കെ ധിക്കാരികളും മോശക്കരമായി തീരുന്നതിന് കാരണം അവർക്ക് ഇതിനൊന്നും അവസരം നിങ്ങൾ ഉണ്ടാക്കുന്നില്ല. വിവരങ്ങളുമായി ലെവിൻ കെ വിജയൻ ചെയ്തുണ്ട്. ലെവിൻ, ഒരു സ്കൂൾ പ്രിൻസിപ്പൽ കുട്ടികളെ വിമർശിക്കുക അല്ലെങ്കിൽ ശകാരിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ഒരു സ്വാതന്ത്ര്യത്തിൽ പങ്കെടുക്കാത്തതിൽ ഇത്തരത്തിലുള്ള ഒരു അധിക്ഷേപ പരാമർശം ഉയർത്തുന്നതിൽ എന്താണ്? ഈ സ്കൂളിന്റെ ഫൗണ്ടറാണ്, ഈ ഉടമസ്ഥനാണ് ഇപ്പോൾ ഈ ശബ്ദത്തിന്റെ ഉടമയായിട്ടുള്ള ഡോക്ടർ രാജു ഡേവിസ്. ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഈ സ്കൂൾ പ്രവർത്തിക്കുന്നതും. സംസ്ഥാനത്ത് പല സ്ഥലങ്ങളിലായി മറ്റ് എഞ്ചിനീയറിംഗ് കോളേജുകളടക്കം ഇദ്ദേഹത്തിന്റെ കീഴിലുണ്ട്. പക്ഷേ ഇത്തരത്തിലൊരു പരാമർശം നടത്തുന്നത് തികച്ചും അതൊരു വർഗീയ ചുവയോടുകൂടിയുള്ള ഒരു പരാമർശം നടത്തുന്നതാണ് ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ സമീപനം. ഇന്നലെയാണ് വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ കൂടി അടങ്ങിയ ഗ്രൂപ്പിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇത്തരം ഒരു സന്ദേശം അയക്കുന്നത്. സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയാത്ത വിദ്യാർത്ഥികൾ അവർ പാകിസ്ഥാനിലേക്ക് പോകേണ്ടവരാണ് എന്നുള്ളൊരു സമീപനമാണ് ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അവധി ദിവസമായ സ്വാതന്ത്ര്യ ദിനത്തിൽ സ്കൂളിൽ നടത്തിയ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്ന മുഴുവൻ ആളുകളും തന്നെ നേരിൽ കണ്ടെത്തി വിശദീകരണം നൽകിയതിനു ശേഷം അനുവദിക്കുകയാണെങ്കിൽ മാത്രം ക്ലാസ്സിൽ കയറിയാൽ മതി എന്നുള്ളൊരു സമീപനവും ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. സ്വാതന്ത്ര്യ ദിനം നിർബന്ധിതമായിട്ടുള്ള ഒരു പരിപാടിയായിട്ട് സ്കൂളുകളിൽ നടക്കുമ്പോൾ അതിൽ നിർബന്ധിതമായ ആളുകൾ പങ്കെടുക്കണം എന്നുള്ളൊരു നിർദ്ദേശങ്ങളും ഒരിടത്തും ഇതുവരെയും ഉണ്ടായിട്ടുള്ളതല്ല. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളുടെ താല്പര്യമനുസരിച്ച് വന്ന് പങ്കെടുക്കാനുള്ള അവസരങ്ങളാണ് ഇതുവരെയുള്ള കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത്. അതിനെ മറികടന്നുകൊണ്ട് നിർബന്ധിക്കുന്നതിനൊപ്പം അദ്ദേഹത്തെ ആ പരിപാടികളിൽ എത്താത്ത ആളുകൾ അവർ രാഷ്ട്രീയമായിട്ടുള്ള ഒരു വിദ്വേഷ പരാമർശം കൂടി അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. പാകിസ്ഥാനിലേക്ക് പോകണം എന്ന് പറയുമ്പോൾ പല ഘട്ടങ്ങളിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. BJPയും RSSും അടക്കമുള്ള വിവിധ സംഘടനകൾ പല മതവിഭാഗങ്ങൾക്കെതിരെയും പ്രയോഗിക്കുന്ന ഒരു പദപ്രയോഗം കൂടിയാണ് ഈ പാകിസ്ഥാനിലേക്ക് പോവുക എന്നതടക്കമുള്ള കാര്യങ്ങൾ. അത്തരം പരാമർശങ്ങളൊക്കെ മുൻപ് വിവാദമായി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ വാളക സൈനിക സ്കൂളിലെ ഫൗണ്ടർ കൂടിയായിട്ടുള്ള ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു പരാമർശം ഉണ്ടാകുന്നത്. ഏതായാലും അടുത്ത വർഷത്തിലാണ് വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ അവരുടെ രക്ഷിതാക്കളും ഒക്കെയുള്ള വ്യത്യസ്തങ്ങളായ മതവിഭാഗങ്ങളും മറ്റുള്ള ഒരു സ്ഥാപനം കൂടിയാണ് എന്നുള്ള നിലയിൽ വാക്കുകളിൽ പാലിക്കേണ്ട പുസ്തകവും മറ്റും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. മുൻപും സമാനമായ നിലയിൽ ഇത്തരത്തിലുള്ള വിദ്വേഷ പരാമർശങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് രക്ഷിതാക്കളിൽ പലരും നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇത്തവണ അതിന് കടന്നത് സ്വയം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് രക്ഷിതാക്കൾ ഈ വിവരം നമ്മളുമായി പങ്കുവയ്ക്കാൻ തയ്യാറായിട്ടുള്ളത്. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്ന വിദ്യാർത്ഥികളൊക്കെ പാകിസ്ഥാനിലേക്ക് പോകേണ്ടവരാണ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ മനോനിലയെ കൂടി സൂചിപ്പിക്കുന്നു എന്ന് തന്നെയാണ് പറയാനുള്ളത്. മാത്രമല്ല അവധി ദിവസത്തിൽ ഈ പരിപാടികളിൽ പങ്കെടുക്കാൻ എത്താതിരുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായും തന്നെ നേരിൽ കണ്ട് അതിന്റെ വിശദീകരണം നൽകിയതിനു ശേഷം മാത്രം ക്ലാസുകളിൽ കയറിയാൽ മതി എന്ന് പറയുന്നു. വിവിധ ഏരിയകളിലേക്കായി മാളയ്ക്ക് സമീപത്തുള്ള വിവിധ ഏരിയകളിലേക്കായി ബസ്സുകൾ അയക്കുന്നതിനായി 1 ലക്ഷം രൂപ ദിവസേന ചെലവുണ്ട്. ആ 1 ലക്ഷം രൂപ മുടക്കി ബസ്സുകൾ ഓടിച്ചിട്ടും അതിൽ കയറി സ്കൂളിൽ എത്താതിരുന്ന ആളുകളെ അദ്ദേഹം ചോദ്യം ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല 1 ലക്ഷം രൂപ ഇങ്ങനെ ഒരു പരിപാടിക്ക് വീട്ടിലായിരുന്നെങ്കിൽ തന്നെ പോക്കറ്റിൽ കിടക്കുകയായിരുന്നെന്നും രാജു ഡേവിസ് ഇതേ ശബ്ദ സംഭാഷണത്തിൽ പറയുന്നുണ്ട്. ഏതായാലും വലിയ പ്രതിഷേധം തന്നെ ശരി ലെവിൻ, എന്തായാലും വലിയൊരു പ്രതിഷേധത്തിനാണ് കാരണമായിരിക്കുന്നത്. ലെവിൻ കെ വിജയനാണ് വിവരങ്ങൾ നൽകിയത്.